Hey guys, welcome to my channel. Today ഞാനൊരു മൈസൂർ വ്ളോഗാണ് പ്ലാൻ ചെയ്തത്. ആൻഡ് രാവിലെ 6 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ് ആൻഡ് ഐ വോർ എ ക്രോപ്പ് ടോപ്പ് ആൻഡ് എ ജീൻസ്. നോട്ട് എ ജീൻസ്, ഇറ്റ്സ് എ പാൻറ്റ്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഐ ലവ് ദാറ്റ്. ആൻഡ് ഞങ്ങൾ KSRTC ബസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ദ ട്രിപ്പ് വാസ് അമേസിങ്. അതിലത്തെ കാറ്റും ഒക്കെ ആയിട്ട് പോകാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ അമ്മയും അച്ഛനും കൂടെ പോയിരുന്നത്. പിന്നെ ആ ട്രിപ്പിൽ ഞങ്ങൾ പോകുന്ന വ്യൂ ഒക്കെ നല്ല ഭംഗിയുള്ള കുറേ വ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ നേരം റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ എനിക്ക് എന്തൊക്കെയോ എസ്തെറ്റിക്സ് ഫീൽ ചെയ്തപ്പോൾ ഞാൻ കുറേ റെക്കോർഡ് ഒക്കെ ചെയ്തു വെച്ചായിരുന്നു. പിന്നെ സൺറൈസ് ഇസ് ബ്യൂട്ടിഫുൾ, അപ്പോൾ ഞാൻ അതിൻ്റെ എടുത്തു. ബട്ട് ഇറ്റ് ഈസ് നോട്ട് സൺറൈസ്, വെയിൽ വരുന്നത് അത്രയ്ക്ക് പറയാൻ പറ്റുള്ളൂ. Yeah, it was amazing. Watch all of it. പിന്നെ ഞങ്ങൾ വയനാട് ചുരത്തിൽ പോയത്. അവിടെ ലുക്ക് അറ്റ് ദ ക്രൗഡ് ഇൻ ദ ബസ്. അത്ര ആൾക്കാർ മൈസൂർക്ക് പോകാനുണ്ടെന്ന് ആണ് മനസ്സിലാക്കാനുള്ളത്. ആൻഡ് ഞങ്ങൾ ചുരം കയറി. ചുരത്തിൽ എന്താണെന്നറിയില്ല, ആ വിഷ്വലിന് എന്തോ ഒരു ഭംഗി എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തായിരുന്നു ആ സ്ഥലത്തിന്. അപ്പം ഞാനതെടുത്തു. പിന്നെ ഭയങ്കര ബ്ലോക്കായിരുന്നു അവിടെ. പിന്നെ ഇവിടെ നമ്മൾ കർണാടക കയറി. കർണാടകയിൽ റോഡ്സൊക്കെ നല്ല അടിപൊളിയാണ്. നല്ല നിരന്ന ഹമ്പോ കുഴികളോ ഇല്ലാത്ത നല്ലൊരു റോഡ്സായിരുന്നു. സോ അവിടുത്തെ വിഷ്വൽസ് ഞാൻ അത്യാവശ്യം നല്ലപോലെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് അവിടെ കുറേ മാനിനെയൊക്കെ കണ്ടായിരുന്നു. അതിൻ്റെ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റില്ല, പക്ഷെ കുറേ മാനിനെയൊക്കെ കണ്ടിരുന്നു. ഐ ലവ് ദാറ്റ്. ഒരു ട്രിപ്പിൽ കിടന്നുറങ്ങുക എന്നുള്ളതാണ് എൻ്റെ യൂഷ്വലി ഉള്ള ഏറ്റവും മെയിൻ പരിപാടി. പക്ഷേ ഇപ്രാവശ്യം അത്ര നേരം കിടന്നുറങ്ങിയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ കിടന്നുറങ്ങി. സോ ഉറങ്ങാത്തതിൽ ഞാൻ പ്രൗഡാണ്. പക്ഷേ ഞാൻ ഉറങ്ങിയ നേരത്ത് ഒരുപാട് സൺഫ്ലവറിൻ്റെ പാടങ്ങളൊക്കെ കണ്ടുപോയിരുന്നു. അതെനിക്ക് നല്ലപോലെ മിസ്സായി. എന്തോ വീഡിയോസ് എടുക്കാനും പറ്റിയില്ല. സോ അത് നല്ല ഭംഗിയുള്ള കുറേ പാടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അമ്മയും അച്ഛനും കണ്ടു എന്ന് പറഞ്ഞു, ഞാൻ കണ്ടില്ല. പിന്നെ ഞങ്ങൾ KSTDC അങ്ങനെ തോന്നുന്നുണ്ട് അതിൻ്റെ പേര്, ഐ തിങ്ക് സോ. അവരുടെ തന്നെ ഒരു ഹോട്ടലിലാണ് താമസിച്ചത്. യു നോ ഇറ്റ് വാസ് സോ കൂൾ ഡ്യൂഡ്. പിന്നെ ഞങ്ങൾ അന്ന് തന്നെ ഫ്രഷായിട്ട് ശുഗവനത്തിലേക്ക് പോയി. ആൻഡ് യു നോ വാട്ട്, അവിടെ എന്ത് ഭംഗിയാലും അവിടുത്തെ ചെടികളായാലും കുറേ ബേർഡ്സ് ആയാലും ഒക്കെ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. എനിക്കൊന്നാമത് ഈ പബ്ലിക്കിൽ ഇരുന്നിട്ട് വീഡിയോ എടുക്കുന്നത് തന്നെ ഭയങ്കര ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്യും. ആ വീഡിയോ എടുക്കുന്നതിൽ സംസാരിക്കുന്നത് തന്നെ എനിക്ക് വളരെ ക്രിഞ്ചാണ്. സോ ഞാൻ എപ്പോഴും വോയിസ് റെക്കോർഡിംഗ് ആണ് പ്രിഫർ ചെയ്യുക. ദാറ്റ്സ് വൈ മൈ വീഡിയോസ് ആർ ലൈക്ക് ദിസ്. ആൻഡ് ഒരേ പേരിൽ കുറേ സാധനത്തിനെ കണ്ട് ആകെ തലയ്ക്ക് മുഴുവൻ കിളി പറന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന എന്നെയാണ് ഈ ക്ലിപ്പിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാനും അമ്മയും കുറേ നേരം ഓരോ സാധനത്തിനെയും പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു. ആൻഡ് ഇവരിത് ഭയങ്കര ക്ലീനായിട്ടാണ് വെച്ചിട്ടുള്ളത്. സോ നല്ല രസമുണ്ടായിരുന്നു അവിടെ ഫുള്ള് കാണാനായിട്ട്. അവിടെ ഓരോ സ്ഥലത്തും മറ്റേ എലമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ, ലൈക്ക് എർത്ത്, വാട്ടർ, ഫയർ, അങ്ങനെ 5 എലമെൻറ്റ്സ് ഉണ്ടല്ലോ. ആ 5 എലമെൻറ്റ്സിൻ്റെയും കുറേ എന്തൊക്കെയോ സ്ട്രക്ചേഴ്സ് ഉണ്ടായിരുന്നു.
മൊത്തത്തിൽ കന്നഡയിൽ എഴുതി വെച്ചതുകൊണ്ട് കന്നഡയിൽ എഴുതി വെച്ചതുകൊണ്ട് ചില സമയത്തൊക്കെ കിളി പറക്കും. എന്നാലും കുറച്ചൊക്കെ അമ്മയ്ക്ക് കന്നഡ അറിയാവുന്നതുകൊണ്ട് മനസ്സിലാവും. പിന്നെ എന്തോ ഭാഗ്യത്തിന് ഇംഗ്ലീഷിൽ അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് മനസ്സിലാവും ചെയ്യും. ആൻഡ് അവിടെ കുറേ വെറൈറ്റീസ് ഓഫ് ആൽമരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പിന്നെ ഒരു മരപ്രഭു നമ്മൾ ഈ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോകുമല്ലോ, അപ്പോൾ അവിടെ മരപ്രഭു ഇങ്ങനെ കാണാമല്ലോ, അതുമാതിരിയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ശ്രീകൃഷ്ണൻ്റെ, രാധാ രുക്മിണി, അങ്ങനെ ആരുടെയോ ഒരാളുടെ വിഗ്രഹം, അങ്ങനെ കുറേ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ശ്രീകൃഷ്ണനെ കണ്ടപ്പോൾ ഞാൻ ഇവിടെയോ ശ്രീകൃഷ്ണനോ തത്തകളുടെ ഇടയിൽ ശ്രീകൃഷ്ണൻ്റെ കാര്യം ഞാൻ ഒരു മിനിറ്റ് ചിന്തിച്ചിരുന്നു. എന്താണാവോ, കഥകളൊന്നും എനിക്കറിയത്തില്ല, ബട്ട് സ്റ്റിൽ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറേ സ്കൾപ്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ദിസ് ഈസ് വേ ടു ദ ശുഗവന ആൻഡ് ഐ ലവ്ഡ് ശുഗവന. എത്ര എങ്ങാനും തത്തകളുണ്ടായിരുന്നു വെച്ചിട്ടാണ്. ഇറ്റ് വാസ് അമേസിങ്. ശുഗവനത്തിന് ഉള്ളിൽ ഉണ്ടാവുന്ന സംഭവങ്ങളുടെ ഒരു മിനിയേച്ചർ രൂപം മാതിരി ഒരു ട്രീ ഒക്കെ അവിടെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് അമേസിങ്. എനിക്കറിയത്തില്ല ഞാൻ എന്തുവായി ക്യാമറ കൊണ്ട് കാണിച്ചതെന്ന്, പക്ഷേ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ശിവലിംഗം പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ശുഗവനത്തിൻ്റെ ഉള്ളിൽ ഫോൺ കൊണ്ടുപോകാൻ അലൗഡഡ് അല്ല, സോ അവിടുത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു സാൻഡ് ആർട്ട് മ്യൂസിയത്തിലേക്കാണ് പോയത്. അതെന്തോ ഗൗരിയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരാളാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്തോ ഒരു ഭംഗിയാണെന്നറിയോ കാണാനായിട്ട്. ഇത് ചാമുണ്ടേശ്വരിയുടെ പിക്ക്, ഗണപതിയുടെ പിക്ക്, എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് വെച്ചിട്ടാ. എന്തൊരു ഭംഗിയാറിയോ ആ സംഭവത്തിന്. നമ്മൾ കണ്ടിരുന്നു, അങ്ങനെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വിഷ്വൽ എങ്ങനെ എടുക്കണം എന്നൊരു സംഭവം അറിയാത്തതുകൊണ്ട് ഞാൻ ചെയ്തില്ല. പക്ഷേ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. ആൻഡ് ഐ ലവ്ഡ് ഇറ്റ്. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് കുറേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കണ്ട് തന്നെ ഭംഗി ആസ്വദിക്കാനുള്ളതാട്ടോ. അത്രയും ഭംഗിയുള്ളൊരു സംഭവം. ആൻഡ് യു നോ വാട്ട്, അവിടെ നരേന്ദ്രമോദിയുടെ സ്കൾപ്ചർ ഇരിക്കുന്നുണ്ടായിരുന്നു. I'll show you the picture. I'll show you the scene. ആൻഡ് നോക്കൂ, നരേന്ദ്രമോദി യോഗ ചെയ്യുന്നതിൻ്റെയൊക്കെ പിക്ചർ അവർ സ്കൾപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ഭംഗിയാണ്. ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, കഴിവ് തന്നെ അടിപൊളിയാണ്. പിന്നെന്തോ എനിക്കിത് തോന്നുന്നു ഗീതോപദേശം ഗീത ടൈമത്തെ എന്തോ സംഭവമാണ്, ഗീതോപദേശത്തിൻ്റെ സമയത്താണെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഐ തിങ്ക് സോ. പിന്നെ അവിടെ നല്ലൊരു സ്പോട്ട് കണ്ടു ഫോട്ടോ എടുക്കാൻ പറ്റുന്ന. ദിസ് ഇസ് സാൻഡ് മ്യൂസിയം എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഫോട്ടോസൊക്കെ എടുക്കും. പിന്നെ അത് നമുക്ക് ഏറ്റവും ഫോട്ടോസ് മുഖ്യം ബിഗിലേ അതാണ് എൻ്റെ ഇത് കണ്ടോ. ഇവരെ കുറിച്ചിട്ടുള്ള എന്തൊക്കെയോ വലിയ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പോസ് ചെയ്ത് വായിച്ചോളൂ കേട്ടോ. അങ്ങനെ കുറേ ഫോട്ടോസും സ്കൾപ്ചേഴ്സും പിന്നെ കുറേ ഈജിപ്ഷ്യൻ സാധനങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തു ആണെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തോ സീഷോർ സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഹൊറർ തീംഡായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സ്കൾപ്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ചില സമയത്തൊക്കെ എനിക്ക് തോന്നും വീഡിയോ എടുക്കണ്ടായിരുന്നു എന്നൊക്കെ. പിന്നെ വിചാരിച്ചു വ്ളോഗല്ലേ, ഇരുന്നോട്ടെ, വെറുതെ എന്തിനാ. പിന്നെ എനിക്ക് തോന്നുന്നു അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അവിടെ എന്തോ ബേർഡ്സിനെ ഫീഡ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അവിടെ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് എനിക്ക് പിന്നെ പോകാൻ പ്ലാൻഡ് ആയിട്ടില്ല, ഞാൻ പോയതുമില്ല. അതിൻ്റെ എന്തോ സ്കൾപ്ചറൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, ബട്ട് ഞാൻ അതിൻ്റെ വീഡിയോസ് എടുത്തില്ല, മറന്നുപോയി എന്നതാണ് പ്രശ്നം. പിന്നെ അവിടെ ഇടയ്ക്ക് കുറേ ആൾക്കാരുള്ളതുകൊണ്ട് ഒന്നും ചെയ്തില്ല. പിന്നെ ഇസ്ലാമിക് ട്രഡീഷൻ്റെ ഒരു സംഭവമുണ്ട്, എനിക്കിതെന്താണെന്ന് പറയാൻ അറിഞ്ഞൂടാ, സോ സോറി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ എങ്ങോട്ടേക്കാണ് പോയിരുന്നത്, ഞങ്ങൾ ഇവിടെ വെച്ചാൽ പാലസിലേക്ക്. അവിടേക്ക് KSTDCൻ്റെ വക തന്നെ ഒരു ട്രിപ്പുണ്ട്. ആ ട്രിപ്പിലാണ് ഞങ്ങൾ പോകുന്നത്.
അവിടെ മൈസൂർ പാലസ് അവിടേക്കാണ് പോകുന്നത്. മൈസൂർ പാലസ് ഇസ് സോ അമേസിങ്. അവരുടെ കൂടെ ഞങ്ങൾ പോയത് എവിടെ വെച്ചിട്ട് ചാമുണ്ടേശ്വരി പോയി, മൈസൂർ പാലസ് പോയി, പിന്നെ എവിടെയാണ് പോയത്, പിന്നെ മൈസൂർ കുറച്ച് സംഭവങ്ങൾ ഷോപ്പ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ നന്നായി എന്ന് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നു. കുറച്ചങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യാൻ ഫുള്ളായിട്ട് മറന്നുപോയി. കണ്ടു നേരം വൈകി, മൊത്തത്തിൽ വീട്ടുകാരെ ചീത്തയും കിട്ടി. എന്തിനാ വെറുതെ മിണ്ടാതിരുന്ന അത്രയും നേരം മിണ്ടാണ്ടിരിക്കുകയെങ്കിലും ചെയ്യും. സോ ഞാൻ ഷൂട്ട് ചെയ്യാനൊന്നും പോയില്ല. ആൻഡ് ഇതേമാതിരി KSTDCൻ്റെ മാതിരി ഇങ്ങനെ കുറേ ഗൈഡ്സൊക്കെ ഉള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊന്നും ഞങ്ങൾ പോയില്ല. പക്ഷേ ഇവരുടെ പരിപാടിക്കാണ് പോയത്. ഇതൊരു 2 day ട്രിപ്പ് ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുറേ സ്ഥലങ്ങൾ കാണുക എന്നതാണല്ലോ നമ്മുടെ മുഖ്യ പ്രവർത്തനം ഇതിൽ വന്നിട്ടുള്ളത്. സോ അതിനൊക്കെ വെച്ചിട്ട് ഇത് ഭയങ്കര അടിപൊളിയൊക്കെ തന്നെയായിരുന്നു. ഇപ്പം നമ്മൾ പോകുന്നത് ചാമുണ്ടേശ്വരിയിലേക്കാണ്. ചാമുണ്ടേശ്വരി അമ്പലം നല്ല രസമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഉള്ളിലൊന്നും കയറാൻ സമയം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഉള്ളിൽ കയറിയില്ല. ദിസ് ഈസ് ചാമുണ്ടേശ്വരി ടെമ്പിൾ. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. പിന്നെ മൈസൂർ സൂവിൽ പോയി. അതൊരു 3 kilometer നടക്കാനുണ്ട്. എനിക്ക് വയ്യായിരുന്നു അത്രയും നേരമൊക്കെ വീഡിയോ എടുത്ത് നടക്കാനായിട്ട്. സോ നമ്മൾ ഈ സൂവിലൊന്നും കാണാത്ത സാധനങ്ങൾ ഈ ജിറാഫാണല്ലോ മെയിൻലി. ജിറാഫ് എന്നല്ല, അങ്ങനെ ചില സാധനങ്ങളുടെയൊക്കെ വീഡിയോ എടുക്കാമെന്നുണ്ടായിരുന്നു. പിന്നെ അത് വേറെ ഫോണിലായിപ്പോയി. ആ ഫോണിൽ നിന്ന് ഇങ്ങോട്ട് സെൻഡ് ചെയ്ത് എഡിറ്റ് ചെയ്യാനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല. സോ ഞാൻ ഇങ്ങനെ തന്നെ എടുക്കുന്നു. പിന്നെ ഞാൻ മൈസൂർ പാലസ് പോയി. പാലസിലെ ആർക്കിടെക്ചർ മോളെ സീനാണ് സാധനം. അടിപൊളി. നമുക്ക് നല്ല അന്തം വിട്ട് കുന്തം വഴി നിൽക്കുന്ന മാതിരി നിൽക്കാൻ പറ്റും. അങ്ങനെ നല്ല അടിപൊളി സാധനങ്ങളൊക്കെയാണ്. ഇത് ഒരു എനിക്കിങ്ങനെ മറ്റേ നമ്മളെ പഴയ വിൻറ്റേജ് മറ്റേ പാട്ടില്ലേ ഭൂൽഭുലയിലത്തൊക്കെ, അതിൻ്റെയൊക്കെ ഒരു സെറ്റിട്ട മാതിരിയൊക്കെ ഫീൽ ചെയ്യുന്നു. പിന്നെ അതിൻ്റെ മുകളിലുള്ള ഇതെന്താ പറയാന്, സീലിങ്ങിലുള്ള പരിപാടികളൊക്കെ എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ മറ്റേ രാജകൊട്ടാരത്തിലിങ്ങനെ വരുമോ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുടെ സിംഹാസനങ്ങൾ. പിന്നെ ഇതൊരുമാതിരി മല്ലയുദ്ധങ്ങളൊക്കെ നടക്കൂലേ, അങ്ങനത്തെ സ്ഥലം വരെയൊക്കെ തോന്നി. ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക, ശരി കറക്റ്റ് ഓർമ്മ മറ്റേ ഒരു മുറേ വന്ന് പാർത്തായ അവസാനം എനിക്ക് ഓർമ്മ വന്നത്. നെവർ മൈൻഡ് ഹൗ ഐ സിങ്. പിന്നെ അവിടുന്ന് കുറേ ഫോട്ടോസ് എടുത്തു. ഫോട്ടോസാണല്ലോ നമ്മുടെ മുഖ്യ സാധനം. പിന്നെ ഞങ്ങൾ വാട്ടർ ഡാൻസിങ്ങിൻ്റെത് ബൃന്ദാവൻ ഗാർഡൻസിൽ പോയി. ഇറ്റ് വാസ് അമേസിങ്. ലൈക്ക് ഐ ഹാവ് നത്തിങ് ടു സേ. ലൈക്ക് ഐ ആം സ്പീച്ച്ലെസ്. അത്രയും അടിപൊളി സംഭവമായിരുന്നു അത്. നല്ല മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് അടിപൊളി. ഞാനിതിൻ്റെ അത്യാവശ്യം കുറച്ച് ക്ലിപ്പൊക്കെ കാണിച്ചു തരാം മ്യൂസിക് വെച്ചിട്ട്. അപ്പോൾ അത് കണ്ടോളൂ. ഈ വീഡിയോയുടെ ഔട്ട്രോ എടുക്കാൻ ഞാൻ മറന്നു എന്നല്ല, പാതിരാത്രി ആയപ്പോൾ എനിക്ക് സമയം കിട്ടി. ഇതായപ്പോൾ തന്നെ അറൗണ്ട് ഒരു 7 മണി 8 മണി ആയിരുന്നു. എനിക്ക് പിന്നെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. ഞങ്ങൾ മൈസൂർ പാലസിലൊക്കെ പോയില്ലോ, അതൊക്കെ സെക്കൻഡ് ഡേയിലാണ്. ഫസ്റ്റ് ഡേയിൽ ഞങ്ങൾ ശുഗവന, സയൻസ് ആർട്ട് മ്യൂസിയം, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെയാണ് പോയത്. ഇതൊക്കെ സെക്കൻഡ് ഡേയിലാണ് ഈ പോണത്. ആൻഡ് ബാക്കി നിങ്ങൾ കണ്ടോളൂ. ബൈ ബൈ.